ഈ പാർട്ടി രീതിയും സംവിധാനവും അനുസരിച്ച് തന്നെയാണ് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാറിനെ, ദീർഘകാലം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാറിനെ യാതൊരു പാർട്ടി നടപടികൾക്കും വിധേയനാക്കേണ്ട കാര്യമില്ലെന്ന് പാർട്ടി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദൻ മാക്സ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കളുടെ യോഗം നടന്നു, ജില്ലാ കമ്മിറ്റി യോഗം. അവിടെ വാസ്തവത്തിൽ എന്താണ് നടന്നത്? ആദ്യം തന്നെ നമ്മുടെ ഗോവിന്ദൻ മാക്സ് ഒരു ആമുഖ പ്രസംഗം അങ്ങ് നടത്തി. അതായത് പാർട്ടി ചിലരൊക്കെ ചില കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചെങ്കിലും അവരാരും നീതിപൂർവമായിട്ട് പ്രവർത്തിച്ചില്ല. അത് അദ്ദേഹം സമ്മതിച്ചു. പത്മകുമാറിന്റെ കാര്യത്തിൽ കോടതിയിൽ ഒരു കുറ്റപത്രം വരുന്നത് വരെ ഇപ്പോൾ സംഗതികൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതോടെ പാർട്ടിയുടെ നിലപാട് മനസ്സിലായി. സംസ്ഥാന നേതൃത്വം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അംഗങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. പിന്നെ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച് യാതൊരു ചർച്ചകളും നടന്നുമില്ല. ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് പത്മകുമാറിനെ ഞങ്ങൾക്ക് പേടിയാണെന്ന്. സത്യം പറഞ്ഞാൽ ചില പേടികളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ പക്ഷെ പരസ്യമായിട്ട് പറയത്തില്ല, പക്ഷെ ശകലം പേടിയുണ്ട്.